ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹീതമായ ഒരു ദിവസം കൂടി ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിനു മുമ്പാകെ ആയിരിക്കുവാൻ കർത്താവ് നമുക്ക് തന്ന നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കാം, ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. ഒരു ജംഗ്ഷൻ അഥവാ ഒരു കവലയാണെന്ന് തോന്നുന്നു. ഏതാനും ആളുകൾ ചേർന്ന് ഒരാളെ നല്ലതുപോലെ മർദ്ദിക്കുകയാണ്. അവര് കള്ളൻ കള്ളൻ എന്ന് ആർത്ത് വിളിക്കുന്നുണ്ട്. ആ മനുഷ്യൻ വല്ല പോക്കറ്റ് അടിച്ചതാണോ അല്ലെങ്കിൽ വല്ല മാല മോഷ്ടിച്ചതാണോ ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതിനുശേഷം ആ മനുഷ്യനെ ഏതാനും ആളുകൾ കൂടി പിടിച്ചു വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ മനുഷ്യൻ ലജ്ജയോടെ തല താഴ്ത്തി കൈകൊണ്ട് മുഖം മറച്ച് തല താഴ്ന്ന് നടന്നു പോകുന്ന ഒരു കാഴ്ചയുണ്ട്. നാം പത്രത്തിൽ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിൽ കാണാറുണ്ട്. കൈക്കൂലി കേസുകളിൽ വിജിലൻസ് പിടിക്കുന്ന അനേകം ആളുകൾ ലജ്ജയോടെ തല താഴ്ത്തി നടന്നു പോകുന്നത് നാം കാണാറുണ്ട്. ഒരു കള്ളനാകുക, ഒരു കള്ളത്തരം കാണിക്കുക എന്നുള്ളത് ഒരു സമൂഹത്തിൽ നമുക്ക് നേരിടാകുന്ന ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യമാണ്. എന്നാൽ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ, കാരണം ഞാൻ ലജ്ജിച്ചു പോയ ഒരു കാലങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. എനിക്ക് ദൈവഭയമില്ലാതെ, ഒരു ദൈവമുണ്ടെന്ന് ചിന്തിക്കാതെ ജീവിച്ച ഒരു കൗമാരകാലം എനിക്കുണ്ട്. ഞാനന്ന് ഒരു നായർ കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ചെറുപ്പകാലത്ത് എനിക്ക് എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതിനു ശേഷം കൂട്ടുകാരത്ത് ചെലവഴിക്കുവാൻ രൂപയില്ലാതെ വന്നപ്പോൾ ഞാൻ അനേകം മോഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ അച്ഛൻ മദ്യപാനി ആയിരുന്നെങ്കിലും ഒരിക്കൽ പോലും ഒരു തുള്ളി മദ്യത്തിന്റെ രുചി ഈ നാവിൽ നോക്കാൻ ഇടവന്നില്ല. കർത്താവിന്റെ കൃപ എന്നെ പൊതിഞ്ഞു നിന്നതുകൊണ്ട് എന്ന് ഞാൻ ഇന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അത് സത്യമായ യാഥാർത്ഥ്യമാണ് താനും. എന്നാൽ ഒരിക്കൽ ഞാൻ ഒരു കുഞ്ഞിന്റെ കഴുത്തിൽ നിന്ന് 1 പവന്റെ മാല മോഷ്ടിച്ചിട്ട് ആ മാല ഞാൻ തന്നെ അവരുടെ കൂടെ നോക്കാൻ കൂടുകയും അത് നഷ്ടപ്പെട്ടു പോയി എന്ന് വരുത്തി തീർക്കുകയും ചെയ്ത ഒരു കൗമാരകാലം ഞാൻ ഓർക്കുന്നുണ്ട്. എന്നാൽ ഒരു ദിവസം ഞാൻ പിടിക്കപ്പെട്ടു. അന്ന് എൻ്റെ അമ്മാവന്മാരുടെയും ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും എല്ലാം മുമ്പാകെ എന്നെ വിസ്തരിച്ചപ്പോൾ ഞാൻ ലജ്ജയില്ലാതെ തുറന്നു പറയുകയാണ്. ഞാനന്ന് എൻ്റെ കുറ്റം സമ്മതിക്കേണ്ടി വന്നു. പക്ഷെ ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു, അവരെന്റെ രക്തബന്ധത്തിൽപ്പെട്ട ചേട്ടന്മാരും ചേച്ചിമാരും ആയതുകൊണ്ട് അവരെന്നെ സ്നേഹത്തോടെ ശാസിച്ചുവെങ്കിലും അന്നും പിന്നെ ഒരിക്കൽ പോലും ആ ഒരു കണ്ണുകൊണ്ട് എന്നെ കണ്ടിട്ടില്ല, എന്നോട് ഇടപെട്ടിട്ടില്ല. ഞാൻ അവരുടെ വലിയ മനസ്സിനെ ഇപ്പോൾ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഞാൻ മാനസാന്തരപ്പെട്ടതിന് ശേഷം ഞാൻ ആദ്യമായി ചെയ്തത് ആ ഒരു പവന്റെ മാല വാങ്ങി അവർക്ക് തിരികെ കൊണ്ടുപോയി കൊടുത്ത് ക്ഷമ ചോദിക്കുക എന്നുള്ളതാണ് ചെയ്തത്. ലജ്ജാകരമായ ഒരനുഭവത്തിൽ, കള്ളത്തരത്തിന്റെ അനുഭവത്തിൽ പിടിക്കപ്പെടുക എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. എന്നാൽ നാം ആത്മീയ ഗോളത്തിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ ആത്മീയ ലോകത്ത് നിൽക്കുകയും ഒരു കൂട്ടായ്മയിൽ നിൽക്കുകയും ദൈവവചന ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയും പങ്കാളികളാകുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കള്ളനാണോ, നിങ്ങൾ ഒരു കള്ളിയാണോ? ആ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് എറിഞ്ഞു തന്നിട്ട് നാം അല്പസമയം വചനത്തിൽ നിന്ന് ചിന്തിക്കാൻ തുടങ്ങുകയാണ്. കർത്താവേ, ഞാൻ ആത്മലോകത്തെ ഒരു കള്ളനാണോ? ആത്മീയ ലോകത്തിൽ ഒരു കള്ളത്തരം മറച്ചു വെച്ചുകൊണ്ട് ആട്ടിൻ തോലിട്ട ചെന്നായിയെ പോലെ നടക്കുന്ന ഒരു മനുഷ്യനാണോ ഞാൻ? ഇന്ന് ആരും പിടിക്കപ്പെടുന്നില്ലായിരിക്കാം, എന്നാൽ പിടിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നാം ഈ തിരുവചനം പഠിച്ചാൽ ഇന്ന് നാം ഈ ലോകത്ത് ഉപയോഗിക്കുന്നതും ശാസ്ത്ര സത്യങ്ങളും ഈ ലോകം കണ്ടുപിടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഓർക്കുമ്പോൾ, അറിയുമ്പോൾ നാം അത്ഭുതപ്പെട്ടു പോകും. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ദൈവശ്വാസീയമായി എഴുതിയ ലേഖനങ്ങൾ 14 ഉണ്ട്. ഇതെല്ലാം പറയുമ്പോൾ ദൈവ വചനം പ്രസംഗിക്കുന്ന ഞാൻ, അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങളൊരാൾ ദൈവവചനം പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പോട് പ്രസംഗിക്കുന്നത് പോലെയും. അതെങ്ങനെയാണ്? യെരമ്യാ പ്രവാചകൻ പറഞ്ഞു, ഒരു ശുശ്രൂഷകൻ ദൈവത്തിന്റെ കാര്യാലോചനാ സഭയിൽ കടന്നു എന്ന്
അന്ന് ആ ദിവസം ദൈവജനത്തിന് കർത്താവ് എന്താണോ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അത് പ്രാപിച്ച് കൊടുക്കുന്നവരായിരിക്കണം. അല്ലാതെ നമ്മുടെ ബുദ്ധിയിലോ തോന്നലിലോ അല്ലെങ്കിൽ പണ്ടേതെങ്കിലും പ്രസംഗിച്ച പ്രസംഗങ്ങളോ എടുത്ത് നാം പ്രസംഗിക്കും, പക്ഷേ ജനത്തിന് ഒന്നും കിട്ടുകയില്ല. അതാത് ദിവസം അതാത് മന്ന, സ്വർഗത്തിലെ മന്ന നാം പ്രാപിക്കുകയും കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ എഴുതിയതായ ലേഖനങ്ങൾ, പത്രോസ് പൗലോസ് ശ്ലീഹന്മാർ എഴുതിയ ലേഖനങ്ങൾ നാം ഇന്ന് ജീവശ്വാസിയുമായി നാം അനുഭവിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ എന്നെ പോലെയുള്ള നമ്മെ പോലെയുള്ള ശുശ്രൂഷകന്മാർ ആഗ്രഹിക്കണം, കർത്താവേ, എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ നാഥ, സ്വർഗത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തിന്റെ അരുളപ്പാടുകൾ ഈ നാവിയോടെ കിട്ടത്തക്കവണ്ണം എന്നെ വിശുദ്ധീകരിക്കണമേ. അത് കിട്ടണമെങ്കിൽ അതിന് ത്യാഗോജ്വലമായ ഒരു ജീവിതം ആവശ്യമാണ്. ഞാൻ എന്നെയും മാറ്റി നിർത്തി പറയുകയല്ല. ദൈവത്തിന് സ്തോത്രം. ഭക്തന്മാർ ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതിന് മുമ്പ് 3 മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നു, കർത്താവേ, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നതിന് മുമ്പ് എത്ര സമയം ഇരുന്ന് പ്രാർത്ഥിച്ചു, എത്ര സമയം ഇരുന്ന് തിരുവചനം പഠിച്ചു, അല്ലെങ്കിൽ മറ്റനേകം കാര്യങ്ങളിൽ നിന്ന് വ്യാഖ്യാനങ്ങൾ നോക്കി പഠിച്ചു. എന്റെ കർത്താവിന് സ്തോത്രം. ദൈവവചനം പ്രസംഗിക്കുന്നവർ ധാരാളം വായിക്കുന്നവരായിരിക്കണം, ധാരാളം ആനുകാലിക സംഭവങ്ങൾ അറിയുന്നവരായിരിക്കണം. ഞാൻ പഠിച്ചതോ ഞാൻ അറിഞ്ഞതോ പ്രസംഗവേദിയിൽ പറയാൻ വേണ്ടിയിട്ടല്ല. അനുഗ്രഹീതനായ ഒരു ദൈവദാസനോട് എനിക്ക് പറഞ്ഞു തന്നു, എല്ലാം നാം പഠിച്ച് സംക്ഷേപിച്ച് നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെക്കുക. അത് സമയം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ, അത് ആവശ്യമാണെന്ന് തോന്നിയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ചിലപ്പോൾ അത് കഥകളായിരിക്കാം, ചിലപ്പോൾ കവിതകളായിരിക്കാം, ചിലപ്പോൾ ഉപമകളായിരിക്കാം, ചിലപ്പോൾ ചില സംഭവങ്ങളായിരിക്കാം, അത് നമ്മുടെ മനസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മ തന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ചാലിച്ച് നമ്മുടെ നാവിനോട് വരുമ്പോൾ അത് അവിടെ പ്രയോജനപ്പെടും. അല്ലെങ്കിലോ പറയാൻ വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ എല്ലാം മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും അത്രേ. പോസ്റ്റർ പറയുകയാണ്, ഒരു നാൾ നിങ്ങൾ കള്ളനെ പോലെ പിടിക്കപ്പെടാൻ ഇടവരരുത്. ഇന്നിങ്ങനെയെല്ലാം മുന്നോട്ട് പോകും. അന്ന് ഒരു ദിവസം, എന്നാണ് ദിവസം? ഒന്നുകിൽ മരണ ദിവസം, അല്ലെങ്കിൽ കർത്താവിന്റെ 2ാമത്തെ വരവിന്റെ ദിവസം. കർത്താവ് വരുന്നതും കള്ളനെ പോലെയാണ്. ഒരു രാത്രി, ഏത് രാത്രിയാണ് കള്ളം വരുന്നത് ആർക്കും അറിഞ്ഞുകൂടാ. ഏത് വീട്ടിലാണ് കള്ളം വരുന്നത് നമുക്ക് ആർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ കള്ളൻ ഒരു ദിവസം വരും, ആ ചില ഭവനങ്ങളിൽ കയറും എന്ന് പറയുന്നത് പോലെ അപ്പോസ്തലൻ പറയുകയാണ്, 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം ആദ്യവാക്യം മുതൽ, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിന്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അന്ന് ആ ദിവസം ആരും അറിയുന്നില്ല. കർത്താവിന്റെ നാൾ വരുന്നു. അന്ന് ചിലർ എടുക്കപ്പെടും, 2 പേർ കടക്കമേലായിരിക്കും. ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. പ്രിയപ്പെട്ടവരെ, എന്നാൽ കർത്താവ് കള്ളനെ പോലെ വരുന്ന ആ ദിവസം നിങ്ങൾ കള്ളനെ പോലെ, കള്ളിയെ പോലെ പിടിക്കപ്പെടാൻ ഇടവരരുത്. അധ്യായം തന്നെ 5:4. എന്നാൽ സഹോദരന്മാരെ, എന്നാൽ സഹോദരിമാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. എന്റെ കർത്താവിന് സ്തോത്രം. നാം വെളിച്ചത്തിന്റെ മക്കളായിരിക്കണം, നാം പകലിന്റെ മക്കളായിരിക്കണം. വെളിച്ചത്തിന്റെ മക്കൾ ആരെന്നും ഇരുട്ടിന്റെ മക്കൾ ആരെന്നും ഇതിനാൽ അറിയാമെന്ന് വചനം പറയുന്നുണ്ട്. ഞാനൊരു വെളിച്ചത്തിന്റെ പൈതലാണോ? വെളിച്ചത്തിന്റെ പൈതൽ, വെളിച്ചം പോലുള്ള ജീവിതം, തേജസ്സായ കർത്താവിന്റെ പ്രകാശം എന്റെ മേൽ വന്ന കാലം മുതൽ ഞാൻ എന്നും ജീവിക്കുന്നത് ദൈവ തേജസ്സാൽ പ്രകാശിച്ചും ദൈവ തേജസ്സിന്റെ വെളിച്ചത്തിലും ഞാൻ നടക്കുന്നു. എന്റെ ജീവിതം ഒരു പകല് പോലെ, ഒരു തുറന്ന പുസ്തകം പോലെ എന്നൊക്കെ ഉന്നതന്മാര് പറയും. അവരെന്തും പറയട്ടെ, പക്ഷെ എനിക്ക് പറയാൻ കഴിയണം, എന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെയാണ്. അത് കൂട്ടായ്മയിലാണെങ്കിലും, ജോലി സ്ഥലത്താണെങ്കിലും, വീട്ടിലാണെങ്കിലും, എന്നെ എപ്പോഴും കാണുന്ന ദൈവത്തിന്റെ മുമ്പാകെ വരുകയും നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാമെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട്. നിങ്ങളൊന്ന് വരൂ, എന്റെ അടുക്കലേക്ക് വരൂ, എന്നിട്ട് നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. 1-ാം അധ്യായത്തിൽ പറഞ്ഞു, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. നിങ്ങൾ വരൂ. നിങ്ങൾക്കൊന്നും മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഇന്ന് ഇരുട്ടിലുള്ളവരാണ്. നിങ്ങളിൽ ഇരുട്ട് വ്യാപരിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് കാണുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് നോക്കുമ്പോൾ എവിടെയെല്ലാമോ ഇരുട്ട് വ്യാപരിക്കുന്നു.
ആ ഇരുട്ട് വച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾ പ്രസംഗിക്കുന്നു, നിങ്ങൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ കർത്താവ് ഇതൊന്നും കണക്കിടുന്നില്ല. കർത്താവ് മുഖം തിരിച്ചു നിൽക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ജനമെല്ലാം കൈയടിക്കുന്നു, കൂട്ടായ്മയിൽ ആരവാരമുണ്ടാകുന്നു. പക്ഷെ കർത്താവോ സങ്കടത്തോടെ മാറി നിൽക്കുന്നു. വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. അപ്പോൾ എന്നോട് കർത്താവ് പറയാൻ വിചാരിക്കുക, വരുവീൻ സുവിശേഷകനായ ദാനിയേലേ, ഉപദേശിയായ ദാനിയേലേ, വരുവീൻ, നമുക്ക് തമ്മിൽ വാദിക്കാം. ഇതാണോ ശരിയായ സുവിശേഷത്തിന്റെ വഴി? നീ ജീവിക്കുന്നത് പോലെയാണോ ജീവിക്കേണ്ടത്? ഇങ്ങനെയാണോ പൂർവികരായ ഭക്തന്മാർ ജീവിച്ചത്? ഇങ്ങനെയാണോ നിന്റെ ജീവിതത്തിൽ വേണ്ടത്? വരുവീൻ, നമുക്ക് ഒന്നൊന്നായി വാദിക്കാം. അപ്പോഴാണ് നാം പകച്ചു നിൽക്കുന്നത്. എന്റെ കർത്താവേ, ഞാന് വെളിച്ചത്തിന്റെ മകനായിട്ടല്ലോ പലപ്പോഴും ജീവിക്കുന്നത്. പ്രവാചകൻ പറയുകയാണ്, വരുവീൻ, യഹോവയുടെ വെളിച്ചത്തിൽ നമുക്ക് നടക്കാം. പ്രിയപ്പെട്ടവരെ, അതെന്തൊരു പ്രാഗൽഭ്യത്തിന്റെ ജീവിതമാണ്, എന്തൊരു ധൈര്യത്തിന്റെ ജീവിതമാണ്. സ്തോത്രം. ആ നാളിൽ കർത്താവ് മേഘപ്രത്യക്ഷതയിൽ വരുമ്പോൾ, ഉൽപ്രാപണ സമയത്ത് നിങ്ങൾ പിടിക്കപ്പെടാൻ നിങ്ങൾ കള്ളനെ പോലെ ആയിരിക്കരുത്, നിങ്ങൾ ഇരുട്ടിലായിരിക്കരുത്. ഒരു മനുഷ്യൻ പാപത്തിലാണോ, അവിടെ ഇരുട്ട് വന്നു കഴിഞ്ഞു. ഈ വേദപുസ്തകത്തിൽ യൂദാ ഇസ്കരിയോത്തെ കുറിച്ച് കർത്താവ് തന്നെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 12-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ കള്ളനാകൊണ്ടും, ആര്? യൂദാ ഇസ്കരിയോത്തോ. അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തന്റെ പക്കലാകയാൽ അതിൽ ഇട്ടത്, പണസഞ്ചിയിൽ പാവപ്പെട്ട ആളുകൾ ഇടുന്നത് എടുത്തു വന്നത് കൊണ്ടും അത്രേ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവരെയും ലോകമെങ്ങും പ്രസംഗിക്കപ്പെടുന്നതായ ഈ സുവിശേഷത്തിന്റെ കാലം വരെയും എല്ലാവരും വായിക്കും, എന്ത്? അവനൊരു കള്ളനായിരുന്നു. യൂദാ ഇസ്കരിയോത്തോ ഒരു കള്ളനായിരുന്നു. എന്റെ കർത്താവേ, ഇത് പറയുമ്പോൾ നമുക്ക് ഭയം വരുന്നുണ്ടോ? എന്റെ ദൈവമേ, എന്റെ ജീവിതകാലത്തിന് ശേഷം ആത്മീയ ഗോളത്തിലെ ഒരു കള്ളനായി, ആത്മീയ ഗോളത്തിലെ ഒരു കള്ളിയായി ഞാൻ അറിയപ്പെടുമോ? അവൻ പണസഞ്ചിയിൽ ഇട്ടത് എടുത്തു വന്നിരുന്നു. സ്തോത്രം. നമുക്കെല്ലാം 1, 3 ഞായറാഴ്ച യോഗമുണ്ട്, എല്ലാ വെള്ളിയാഴ്ച യോഗമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം എന്തെല്ലാം സമർപ്പണങ്ങളാണ് എടുക്കുന്നത്. കർത്താവിന്റെ ആ കയ്യിലേക്ക്, ആ സഞ്ചിയിലേക്ക് എല്ലാം ഇട്ട് കൊടുക്കുന്നു. ആഹ്വാനം വരുമ്പോൾ മൊബൈൽ ഇട്ട് കൊടുക്കുന്നു. കർത്താവേ, യേശുവില്ലാത്ത ഒരു നിമിഷം വരില്ലാൻ തീരുമാനിക്കുന്നു. നീ ദുഃഖിക്കുന്ന ഒരു കാര്യം വരില്ലാൻ തീരുമാനിക്കുന്നു. ജീവിതത്തിനൊരു ചിട്ടയും നിഷ്ഠയും വരുവാൻ തീരുമാനിക്കുന്നു. വേദോത്സവം വായിക്കുവാൻ തീരുമാനിക്കുന്നു. ഞാൻ തയ്യാറാണെന്ന് ഇതാ ഹൃദയത്തിൽ തീരുമാനിക്കുന്നു. എന്നാൽ സാഹചര്യം വരുമ്പോൾ, അയ്യോ, എന്റെ മൊബൈലിൽ സുവിശേഷ യോഗത്തിന്റെ പടം കണ്ടാൽ, ഇനി ആൾക്കാരെ അതൊക്കെ കണ്ടാൽ എനിക്കത് നാണമല്ലേ, ലജ്ജയല്ലേ എന്നോർത്ത് പിന്നെ അവിടെ മടിക്കുന്നു, പിശാച് വന്ന് പിടിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിലല്ലാതെ, ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ പേരിലല്ലാതെ എന്നെ ഒരാൾ അറിയപ്പെടേണ്ട എന്നുള്ള ചിന്ത നമുക്ക് വരുന്നുണ്ടോ? ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. ഇതാ കള്ളൻ എന്നതായ പേര് ഇട്ടത് അവൻ എടുത്തു വന്നിരുന്നു. നാം അങ്ങനെ ഇട്ടത് എടുത്ത ആളാണോ? ഇന്ന് തീരുമാനിച്ചു കൊള്ളണം. കർത്താവേ, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നിനക്ക് നല്ലത്. സഭാപ്രസംഗി പറഞ്ഞതാണ്. നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. ഒരുത്തന്നൊരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ഇരുന്ന് കണക്ക് കൂട്ടണം. എന്നെ കൊണ്ട് സാധിക്കുമോ? എന്നെ കൊണ്ടത് കഴിയുമോ? യൂദാ അവൻ കള്ളനാകൊണ്ടും അവളൊരു കള്ളൻ അല്ലുവ കള്ളിയായിരുന്നു. എന്റെ കർത്താവിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 30-ാം വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: ഖണ്ഡം വാങ്ങിയ ഉടനെ അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. സാക്ഷാൽ ജീവനുള്ള ക്രിസ്തു കുർബാന സ്വന്തം കൈകൊണ്ട് യൂദാ ഇസ്കരിയോത്തേക്ക് കൊടുത്തു. എന്നാൽ ഖണ്ഡം വാങ്ങിയ ഉടനെ സാത്താൻ അവനിൽ കടന്നു, പിശാച് അവനിൽ കടന്നു. അവൻ എഴുന്നേറ്റ് പോയി. അപ്പോൾ രാത്രിയായിരുന്നു. കുർബാന അനുഭവിച്ച് എഴുന്നേറ്റ് പോയ, കൂട്ടായ്മ കഴിഞ്ഞ് എഴുന്നേറ്റ് പോയ,
തീരുമാനം പറഞ്ഞ് എഴുന്നേറ്റ് പോയ ആ സമയത്ത് അവളിൽ ഇരുട്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, പാപം മറച്ചു വെച്ചുകൊണ്ട് ദൈവത്തോട് പറയുന്ന വാക്കുകൾ ഹോളിൽ വലിയ ആരവൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലാം കാണുന്ന ദൈവത്തെ വഞ്ചിക്കാൻ സാധിക്കുമോ? പറ്റിക്കാൻ സാധിക്കുമോ? ദൈവത്തെ മറയ്ക്കാൻ സാധിക്കുമോ? അങ്ങനെ പറയുമ്പോൾ അടുത്തു വന്ന് നിൽക്കുന്ന യേശുക്രിസ്തു കരഞ്ഞു നിൽക്കുന്നത് അറിയാറുണ്ടോ? കൂട്ടായ്മ കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുമ്പോൾ ഏതോ ഒരു മ്ലാനതയും ഒരു അന്ധകാരവും നമുക്ക് അനുഭവിക്കാൻ സാധിക്കാറുണ്ടോ? കാരണം പാപം ഉള്ളിൽ മറച്ചു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അന്ന് യൂദാ ഇസ്കരിയോത്ത് എഴുന്നേറ്റ് പോകുമ്പോൾ ഇരുട്ടായിരുന്നു. ആ നാളിൽ അന്ന് അവൻ യേശു കൊടുക്കാൻ വന്നപ്പോഴും അന്നും ഇരുട്ടിന്റെ മറവിൽ അവൻ വന്നു. പാപം ചെയ്യാത്തുള്ളവർ വെളിച്ചത്തിലേക്ക് വരികയില്ല. ദൈവത്തിന്റെ സ്തോത്രം. 1-ാം സങ്കീർത്തനം അവസാനത്തിൽ പറയും, അന്യായം ചെയ്യുന്നവർ നീതിമാന്മാരുടെ സഭയിൽ നിവർന്നു നിൽക്കുകയില്ല. ഒരു പാപം ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവമക്കളുടെ മുന്നിൽ പോലും നിൽക്കാൻ പ്രാഗൽഭ്യം കിട്ടുകയില്ല. ഇരുട്ടിന്റെ മറവിൽ, തൂണിന്റെ മറവിൽ, കസേരകളുടെ മറവിൽ, വ്യക്തികളുടെ മറവിൽ മറഞ്ഞിരിക്കുന്ന പ്രവണത കള്ളനാണ്. എന്നാൽ ഈ കള്ളത്തിലെല്ലാം പിടിക്കുന്നൊരു നാൾ വരും. എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് ലജ്ജിതരായി പോകും. നാം ആരും ലജ്ജിതരായി പോകരുത്. ആത്മീയ ഗോളത്തിൽ, ആത്മീയ ലോകത്ത് നമുക്ക് സത്യമുള്ളവരായി നിൽക്കുവാൻ ദൈവസന്നിധിയിൽ തീരുമാനിക്കാം. ആത്മീയ ലോകത്തിലെ കള്ളന്മാർ ആരൊക്കെയാണ്? റോമക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 19-ാം വാക്യം മുതൽ നാം വായിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായ പൗലോസിന്റെ നാവിലൂടെ ശക്തമായിട്ട് ഇടപെടുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ ഇഷ്ടം അറിഞ്ഞും ഭേദാഭേദം വിവേചിച്ചും ജ്ഞാനത്തിന്റെ സത്യത്തിന്റെ സ്വരൂപം ന്യായപ്രമാണത്തിൽ നിന്ന് നിനക്ക് ലഭിച്ചതുകൊണ്ട് നിനക്ക് നല്ല ആത്മീയ ജ്ഞാനം ലഭിച്ചു. എന്നിട്ട് നിൽക്കുമ്പോൾ പാപത്തെക്കുറിച്ചും അല്ലെങ്കിൽ ജീവിതത്തിൽ വരാവുന്ന തെറ്റുകളെ കുറിച്ചും എല്ലാം നിനക്ക് ബോധ്യം കിട്ടി. പക്ഷെ നിനക്കതില്ല. അങ്ങനെ നിനക്ക് നല്ല ഒരു ജ്ഞാനം കിട്ടി എന്നുള്ളത് കൊണ്ട്, ഒരു ആത്മാവിന്റെ അനുഭവം കിട്ടി എന്നുള്ളത് കൊണ്ട് നീ എന്ത് ചെയ്യുന്നു? ലഭിച്ചതുകൊണ്ട് നീ കുരുടർക്ക് വഴി കാട്ടുന്നവൻ. നീ ആത്മീയമായി കണ്ണു കാഴ്ചയില്ലാത്തവരെ നിനക്ക് വഴി കാട്ടാൻ അറിയാം. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം. ഇരുട്ടിലുള്ള ആളുകളോട്, വചനം കേൾക്കാത്ത ആളുകളോട് പോയിട്ട് അയ്യോ ഇതൊന്നുമല്ല, വിശുദ്ധന്മാരെ ആദരിക്കാം, ആരാധിക്കരുത്, ഏകസത്യദൈവം യേശുക്രിസ്തു മാത്രമാണ്, ഒരു നിത്യ സ്വർഗമുണ്ട്, നിത്യ നരകമുണ്ട്, ഇതെല്ലാം പറഞ്ഞു കൊടുക്കാൻ അറിയാം. ഇരുട്ടിലുള്ളവർക്ക് വെളിച്ചം. മൂഢരെ പഠിപ്പിക്കുന്നവൻ. മൂഢർ, പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ. വലിച്ചാൽ എങ്ങോട്ട് പോകും? എനിക്കതൊന്നും ചിന്താവിഷയമല്ലെന്നേ. എനിക്കറിയാമോ? മൂഢന്മാർ. പ്രിയപ്പെട്ടവരെ, അവരെ പഠിപ്പിക്കുന്നവനാണ് നീ. മാത്രമോ ശിശുക്കൾക്ക് ഉപദേഷ്ടാവ്. ശിശുക്കളെ നല്ല നല്ല ഉപദേശം കൊടുത്ത് വളർത്തും എന്ന് ഉറച്ചുമിരിക്കുന്നുവെങ്കിൽ, ഹേ അന്യനെ ഉപദേശിക്കുന്നവനെ, വാളുകൊണ്ട് വെട്ടുകയാണ്. ഹേ അന്യനെ ഉപദേശിക്കുന്നവളെ, നീ നിന്നെ തന്നെ ഉപദേശിക്കാത്തതെന്ത്? എന്റെ ദൈവത്തിന് സ്തോത്രം. മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? നീ മോഷണം പാടില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്നെ മോഷ്ടിക്കുന്നുവോ? നീ ഉപദേശം പറഞ്ഞിട്ട് നീ അത് തന്നെ ചെയ്യുന്നുവോ? എല്ലാം നിങ്ങൾ തന്നെ വ്യാഖ്യാനിച്ചെടുത്താൽ മതി. എന്തൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? സ്ത്രീയെ അല്ലെങ്കിൽ തിരിച്ചും മോഹത്തോടെ നോക്കുന്നവൻ അവളോ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. അങ്ങനെ പ്രസംഗിക്കുന്ന, പഠിപ്പിക്കുന്ന നീ ഇന്നും നീ വ്യഭിചാരം ചെയ്യുന്നവനോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ക്ഷേത്രം കവർച്ച ചെയ്യുന്നുവോ? വിഗ്രഹാർപ്പിതം കഴിക്കുന്നത് തെറ്റാന്ന് പറയുന്ന നീ ഒരു ക്ഷേത്രം തന്നെ വിഴുങ്ങിക്കളയാൻ നിന്റെ മനസ്സിൽ ആഗ്രഹമിരിക്കെ നീ എങ്ങനെ ഇത് പ്രസംഗിക്കും? എന്റെ കർത്താവിന് സ്തോത്രം. ന്യായപ്രമാണത്തിൽ പ്രശംസിക്കുന്ന നീ ന്യായപ്രമാണ ലംഘനത്താൽ ദൈവത്തെ നീ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ,
ഞാൻ എന്റെ വാക്കുകൾ വയ്യ നിർത്തട്ടെ. നിങ്ങൾ നിമിത്തം പ്രിയ സഹോദര, നീ നിമിത്തം പ്രിയ സഹോദരി, നീ നിമിത്തം ദൈവത്തിന്റെ നാമം, യേശുവിന്റെ നാമം ജാതികളുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് ഇത് പറയുമ്പോൾ ചെണ്ടമേളവും ബാൻഡ് മേളവും ഗാനമേളയുമുള്ള പെരുന്നാളുകളെയല്ല നാം നോക്കേണ്ടത്. കർത്താവേ, കൂട്ടായ്മയിൽ വരുന്ന ദൈവത്തിന്റെ പൈതലെന്നറിയപ്പെടുന്ന എന്റെ ജീവിതം കൊണ്ട് ദൈവത്തിന്റെ നാമം ജാതികളുടെ ഇടയിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ, എന്റെ സമൂഹത്തിൽ ദൈവത്തിന്റെ നാമം ദുഷിക്കപ്പെടാൻ ഇടയാകുന്നുവോ? എന്റെ കർത്താവേ, ഞാനൊരു ആത്മീയമായ കള്ളനും കള്ളിയുമായിട്ട് ഇവിടെ നിങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുകയാണോ? എന്റെ കർത്താവിന് സ്തോത്രം. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ലൂക്കോസിന് സുവിശേഷം 23 അധ്യായത്തിന്റെ 24 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ അവിടെ നാം ഒരു കള്ളനെ കാണുന്നുണ്ട്. ആ കള്ളനെ പറ്റി പണ്ഡിതന്മാർ പറയും, അവൻ ജീവിതകാലം മുഴുവൻ എന്ത് കണ്ടാലും മോഷ്ടിക്കുന്ന ഒരു കള്ളനായിരുന്നു. പക്ഷെ അവൻ കട്ട് അവസാനം സ്വർഗവും കട്ടെടുത്തു എന്ന് പറയുന്ന ചില ചിന്തകളുണ്ട്. അതെന്തുവാകട്ടെ, പക്ഷേ സത്യമല്ലേ, തക്ക സമയം കിട്ടിയപ്പോൾ ദൈവത്തിന്റെ അല്ലാന്ന് കർത്താവായ യേശുക്രിസ്തു തന്നെ ക്രൂശിൽ സംസാരിച്ചപ്പോൾ ദൈവത്തിന്റെ വചനം അവന്റെ ഹൃദയം കട്ടെ പിളർന്നവന് മനസ്സിലായി, ഞാനൊരു കള്ളനാണെന്ന് മനസ്സിലായപ്പോൾ അവൻ യേശുവിനോട് പറഞ്ഞു, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടി എന്ന് ഓർത്തുകൊള്ളണമേ എന്ന്. എന്റെ കർത്താവിന് സ്തോത്രം. നമ്മുടെ കണ്ണുകൾ നമുക്ക് അടയ്ക്കാമല്ലോ, നമ്മുടെ തലകൾ നമുക്ക് വണക്കാമല്ലോ, യേശുവോട് പ്രാർത്ഥിക്കാമല്ലോ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, ഞാനൊരു ആത്മീയമായ ഒരു കള്ളനായി, ഒരു കള്ളിയായിട്ട് ഇന്നുവരെയും ജീവിച്ച അനേക സാഹചര്യങ്ങൾ ഇപ്പോൾ എന്റെ മനസ്സിലൂടെ ഓർമ്മ വരികയാണ്. എന്നാൽ എന്റെ യേശുവേ, അനേകരെ ഉപദേശിച്ചു, അനേകരെ പഠിപ്പിച്ചു, അനേകരോട് പ്രസംഗിച്ചു. എന്നാൽ അത് തന്നെ വീണ്ടും ചെയ്യുന്ന, അത് തന്നെ രഹസ്യമായി ചെയ്യുന്ന ഒരു രഹസ്യപാപിയായിട്ടാണ് ഞാൻ ഈ വചനം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ ക്രൂശിൽ കിടക്കുന്ന കള്ളൻ നോക്കിയ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരു തീരുമാനം ഞാൻ പറയുന്നു, യേശുവേ, ഒരു രഹസ്യപാപിയായി ഇന്നുവരെ ഞാൻ ജീവിച്ചുവെങ്കിൽ ഇന്നു മുതൽ ഒരു രഹസ്യ വിശുദ്ധനായി, വെളിച്ചത്തിന്റെ പൈതലായി, ദൈവരാജ്യത്തിന്റെ അവകാശിയായി, യേശുവിന്റെ പ്രിയ മകനായി വെളിച്ചത്തിലൂടെ നടക്കുവാൻ, അനേകർ വെളിച്ചം കാണിച്ചു കൊടുക്കുവാൻ, വെളിച്ചത്തിന്റെ രാജ്യത്തിലേക്ക് പോകുവാൻ ഞാനിതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങനെ ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്, അവരുടെ മേലാണ് ക്രിസ്തുവിന്റെ കൃപ വരുന്നത്, അവരുടെ മേലാണ് യേശുവിന്റെ കരം നീണ്ടുവരുന്നത്, അവരെയാണ് യേശുക്രിസ്തുവിന്റെ രക്തം വന്ന് കഴുകുന്നത്. യേശുവിന്റെ രക്തം വന്ന് കഴുകിയാൽ ഈ കള്ളത്തരത്തിന്റെ എല്ലാ പ്രവണതകളും മാറും. ഇതുവരെ വന്നതെല്ലാം കർത്താവ് കഴുകിത്തരും. പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ യേശുവേ, കരുണയുള്ള നിങ്ങളുടെ നല്ല കർത്താവ്, വെളിച്ചത്തിന്റെ ഉടയവനെ, നാഥ, ഞങ്ങളിതാ നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. ഞങ്ങളുടെ കണ്ണുകളെന്നും ഉയരത്തിലേക്ക് മാത്രമായിരിക്കും, അവിടുത്തെ മുഖത്തേക്ക് മാത്രമായിരിക്കും. അവിടുന്ന് പോയ വഴിയെ, യെരൂശലേമിലൂടെ അവിടുന്ന് പോയ വഴിയെ ഇനിയുള്ള കാലം ജീവിക്കാൻ ഞങ്ങളിതാ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സമർപ്പണത്തിൽ നിന്നുകൊണ്ട് എന്റെ നാഥ, ഇപ്പോൾ അവിടുത്തെ കരം നീട്ടണമേ. ഞങ്ങളുടെ രോഗത്തിൽ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ, കടബാധയിൽ കരം വയ്ക്കണമേ, കർത്താവേ, ചില തടസ്സങ്ങളുടെ മേൽ അവിടുത്തെ കരം വയ്ക്കണമേ, ആശുപത്രി കിടക്കയിലേക്ക് അവരുടെ കരം നീണ്ടിയല്ലണമേ. അടിയങ്ങളെ അനുഗ്രഹിക്കണമേ, എല്ലാ മഹത്തോട് മാത്രം എടുക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ.